കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വരുൺചേട്ടൻ വരുന്നുണ്ടല്ലോ. ശിവ ഞാൻ പൂജ ചെയ്യായിരുന്നല്ലോ. ഞാനതാ അങ്ങോട്ടെത്തി. ഒച്ച വെക്കാതിരിക്കൂ. കാണിക്കുന്നേ നിനക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയ? നിനക്ക് വല്ല വട്ടം പിടിച്ചോടാ? അതേമേ, എനിക്ക് വട്ട് പിടിച്ചിരിക്കുക. എന്താ നിനക്ക് ഇത്ര ദേഷ്യം? പാവം മാളവിക എന്ത് ചെയ്തിട്ട് അവളുടെ നേരെ ചാടുന്നത്? വൈദേഹിയെ കാണാതാവാനുള്ള കാരണം ഈ മാളവിക ഒറ്റ ഒരുത്തിയാ. ഇവളെ എന്തോ ചെയ്തിരിക്കുന്നു. ഇവളെ എന്റെ വൈദ്യക്ക് ഞാന് വൈദേഹിയെ കാണാതാവാൻ കാരണമെന്നോ? എന്തൊക്കെയാ ദേവേട്ടൻ നീ പറയുന്നേ? എന്തിനാ എപ്പോഴും എന്നെ തന്നെ സംശയിക്കുന്നേ? തെളിവ് കണ്ടതിന് ശേഷം ഞാൻ ഈ പറയുന്നേ. അതിന് കൂട്ടി വരണു. കള്ളസ്വാമിയുടെ വേഷം കിട്ടി. ശിവ, ഇതെന്തൊരു പരീക്ഷണപുത്ര. ഞാനിവിടെ നടക്കുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല. പോരുത്. അന്ന് എന്നെ വിഷം കുത്തിവെക്കാൻ വന്ന അയാളുമായിട്ട് നീ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് വഴിയിൽ വെച്ച് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാ വരുന്നേ. നിന്റെ നേരെ ആക്രമണം നടന്ന ദിവസം വരുൺ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ ദേവാ. പിന്നെങ്ങനെ ഇവൻ നിന്നെ ആക്രമിച്ചു എന്ന് പറയുന്നു? അറ്റാക്ക് ചെയ്യാനല്ലേ ഉണ്ടാവേണ്ടു. അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ ഇവന്റെ സാന്നിധ്യമൊന്നും വേണ്ടല്ലോ. ഈ കള്ളനെ ആര് സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കി മുങ്ങിയതും ഇപ്പൊ കാഷായ വസ്ത്രം ധരിച്ച് കേറി വന്നതും. അയ്യോ, ഓം നമഃ ശിവായ. ഹലോ പുത്ര. ഓം ശിവായ ശിവായ. എന്തായി പറയണേ? ഞാനല്ല. അല്ല ദേവാ, അന്ന് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെ അത് വരുണാ ചെയ്യിച്ചെന്ന് നീ തീരുമാനിച്ചത്? അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങളും കേട്ടതല്ലേ, വീണ്ടും അതുപോലൊരു സംഭവം ഉണ്ടാവുകയോ ആ സംഭവത്തിലെ വ്യക്തികളെ കാണുകയോ ചെയ്താ എനിക്ക് എന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അന്ന് എന്നെ വന്ന് വിഷം കുത്തിവെച്ചയാള് ഇന്ന് വരുണുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. അവനെ കണ്ടതും എനിക്ക് പഴയതെല്ലാം ഓർമ്മ വന്നു. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ. ആരടാ നീ? മുഖം മൂടിയിട്ട് ഈ വീടിന് പുറത്ത് വന്ന് നിൽക്കാൻ നീ ആരടാ? അപ്പോ നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നാണോ? വൈദേഹിക്ക് പണി കൊടുത്താൽ നമ്മളാണെന്ന് അറിഞ്ഞോ? അവള് വന്നപ്പോ മുതല് ദേവനെ എന്നെയും തമ്മിലകറ്റാനുള്ള എല്ലാ വഴിയും നോക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും അമ്മേ ആ ജാനകിയെ ഇല്ലാണ്ടാക്കിയേ പറ്റൂ.
ഇതാ ഇതൊക്കെയാണെന്ന് സംഭവിച്ചത്. വൈദേഹി ഉണ്ടെങ്കിൽ ഞാനുമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ ഇവള് ഇതൊക്കെ ചെയ്തേ. ഒടുവിൽ ജാനകിയെ വരെ കൊല്ലാൻ നോക്കിയെങ്കിൽ അന്ന് അമ്പലത്തിൽ വെച്ച് ജാനകിയെ ആക്രമിച്ചത് ഇവള് തന്നെയാ. ഇവളെ ഇനി വെറുതെ വിടാൻ പാടില്ല. വിട്ടുകഴിഞ്ഞാൽ ജാനകി ഇവള് കൊന്നുകളയും. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാരും കൂടെ എന്നെ കുറ്റക്കാരിയാക്കുക. എല്ലാത്തിനും എന്നെ തന്നെ സംശയം ദേവേട്ടന്. എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. എന്നെ ദേവേട്ടന് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് എങ്ങനെ സംശയിക്കുന്നത്? മതിയാക്കടി നിന്റെ ഈ സംസാരം. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പൂങ്കണ്ണീർ ഒലിപ്പിച്ച് കാണിക്കുന്നു. കണ്ട അന്ന് തന്നെ ഞാൻ എല്ലാരോടും പറഞ്ഞതാ നീ എന്റെ കൊച്ചുമോളാവില്ലെന്ന്. പേരും കള്ളിയായിരിക്കുമെന്ന്. പക്ഷെ എന്റെ മോനും മരുമോളും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വേണ്ടേ? അയ്യോ മാളവിക, ദാസ ഇപ്പൊ എന്ത് പറയുന്നു? ഇവള് ശാന്തിയുടെ മോളാന്ന് കണ്ണടച്ച് വിശ്വസിക്കാതിരുന്നെങ്കിൽ ഇന്ന് വൈദേഹി ഇവിടെ ഉണ്ടാവില്ലായിരുന്നോ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു നാൾ സത്യം പുറത്തു വന്ന് നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കും. എടാ വരുണേ, നിനക്ക് എന്തിന്റെ കേടാടാ? പണ്ട് തോന്നിയാശായിരുന്നെങ്കിലും ഇപ്പൊ കുറച്ച് നന്നായി എന്നാ കരുതിയേ. അനുജനാണെന്ന് പോലും നോക്കാതല്ലേ നീ അവനെ കൊല്ലാൻ നോക്കിയേ? അയ്യോ ശിവശിവ, സത്യമായിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അത് സത്യമാണെങ്കിൽ ദേവനെ കൊല്ലാൻ ശ്രമിച്ച ആളുമായിട്ട് നീ എന്തിനാണ് സംസാരിച്ചേ? സംസാരിച്ച ഉടനെ വരുണും അവനുമായിട്ട് ബന്ധമുണ്ടെന്നങ്ങ് തീരുമാനിക്ക. അതെ, നീ പറഞ്ഞത് ശരിയാണ് മോളെ. ഞാൻ അവിടെ ധ്യാനത്തിലിരിക്കുമ്പോ ഏതോ ഒരു ശുനകപുത്രൻ അവന്റെ ദുഃഖങ്ങൾ എന്നോട് പറയായിരുന്നു. എന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്ന ആരോ ഒരാൾ എന്ന് കരുതി അവരായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെന്നാ. അച്ഛൻ തന്നെ ഇതിന് മറുപടി പറയേ. ലോകർക്കെല്ലാം നീതിന്യായം ബോധിപ്പിക്കുന്ന ആളല്ലേ. ഒരു കുറ്റവാളി അച്ഛനോട് വന്ന് സംസാരിച്ചെന്നിരിക്കട്ടെ, എന്ന് കരുതി അവൻ ചെയ്ത കുറ്റങ്ങൾ അച്ഛനും ചെയ്തെന്നാണോ? മറുപടി പറയൂ അച്ഛാ. അങ്ങനെ വരാൻ സാധ്യതയില്ല. അത് ദേവനോട് പറയൂ പുത്ര. അല്ല വല്യച്ഛ, എന്റെ ആത്മാവിന് ശാന്തി പകരാൻ സന്യാസി ആയപ്പോ ഇത്തരം കുറ്റങ്ങൾ എന്നിൽ ആരോപിക്കുന്നത് ശരിയാണോ? കൃത്യമായ തെളിവുകളില്ലാത്ത ദേവൻ ഇങ്ങനെയൊന്നും പറയില്ല. സത്യമായിട്ടും അവൻ ആരാന്ന് പോലും എനിക്കറിയില്ല. അവന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. അതിന് കാണേണ്ട ആവശ്യമില്ലല്ലോ, ശബ്ദം കേട്ടാ പോരെ. എന്നിട്ട് എന്നെ കണ്ട ഉടനെ നിന്റെ അടുത്തുനിന്ന് അവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും ബന്ധമില്ലെങ്കിൽ എന്നെ കണ്ട ഉടനെ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട കാര്യം എന്താ? പിന്നെ മാളവികയുടെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവള് സംസാരിക്കുന്ന ഞാൻ കണ്ടതാ. വൈദേഹിക്ക് പണി കൊടുത്തു അവളുടെ വാഗൊണ്ടാ പറഞ്ഞത്. കയ്യോടെ പിടിച്ചല്ലേ ഈശ്വര. ഇപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യാ? ഈ വരുണിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവന്റെ ഒരു കൊള്ള സന്യാസി വേഷം. വൈദേഹിന് നീ എന്താ ചെയ്തേ? ജാനകിയെ നീ കൊല്ലാൻ നോക്കിയത് എന്തിനാ?
എനിക്കൊന്നും അറിയില്ല ദേവേട്ടാ, സത്യാണ്. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ജാനകി തന്നെ പറഞ്ഞതല്ലേ. പിന്നെ ഇപ്പൊ എന്തിനാ സംശയിക്കുന്നത്? അയ്യോ, നോക്കി നിൽക്കാണ് ജാനകി, പറ. ഞാൻ പറയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വല്ലേ രക്ഷപ്പെടാൻ ഇവളിപ്പ എന്നെ കരുവാക്കുന്നത്. ഒന്ന് പറ ജാനകി. ആരാണെന്ന് അറിയില്ല എന്ന് മാത്രം അവളെന്ന് പറഞ്ഞത്. പക്ഷേ നീ ആ വീഡിയോയിലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം വൈദേഹി നീ എന്താ ചെയ്തതെന്ന് പറ. പറയടി. എന്താ ചെയ്തതെന്ന് ചോദിച്ച ഇവളവളെ കൊന്നൂന്നാണോ നീ ഉദ്ദേശിച്ചത്? ഇവൾ എന്നെ പിടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നല്ലോ. എന്നുവെച്ചാ വൈദേഹി മരിച്ചു എന്നുള്ളത് ഇപ്പൊ നീ വിശ്വസിക്കുന്നുണ്ടോ? വൈദേഹി മരിച്ചിട്ടില്ല. അപ്പൊ എന്തിനാ മാളവിക അവളെ എന്തോ ചെയ്തു എന്ന് നീ ആരോപിക്കുന്നത്? നിന്റെ തലയ്ക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് ദേവാ. മാളവിക വൈദേഹിയെ ഒന്നും ചെയ്തിട്ടില്ല. അതെന്താ എന്റെ ദേവൻ കള്ളം പറയാന്നാണോ? കള്ളം പറയാന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്തോ അമ്മേ. നടക്കാത്തത് എന്തൊക്കെയോ നടന്നു എന്നവൻ സങ്കല്പിച്ചെടുക്കുക. ദാറ്റ്സ് ഓൾ. ഇത് സങ്കല്പമൊന്നും അല്ല. അന്ന് നടന്ന എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് നടന്നതൊക്കെ അപ്പൊ തന്നെ നീ മറന്നുപോയി ദേവാ. പിന്നീട് അതൊക്കെ ഓർക്കാൻ സാധിക്കൂന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും കൃത്യമായി നടന്നതൊക്കെ മാത്രമേ ഓർമ്മയിൽ തെളിയൂന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഓർമ്മയിൽ തെളിഞ്ഞതെല്ലാം നടന്നതായിരിക്കുമെന്ന് നിർബന്ധമില്ലല്ലോ. അങ്ങനെ വരുമ്പോ അതൊക്കെ തെളിവുകളായി വിശ്വസിച്ച് ഒരു പാവം പെണ്ണിനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? അമ്മ എന്തു പറയുന്നു? ശരിയാ ദേവ, അന്ന് നടന്നതൊന്നും ആയിരിക്കില്ല നിന്റെ ഓർമ്മയിൽ തെളിഞ്ഞത്. പാവം മാളവികയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ജീവൻ എടുക്കാനും മാത്രം ദുഷ്ടയല്ല അവള്. അമ്മ, എനിക്കെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നതൊക്കെ സത്യോ. അങ്ങനെയാണെ തെളിവുകൾ എന്തേ അതൊന്ന് കാണിച്ചേ ദേവാ. നീ എന്തോ ഒരു വീഡിയോ കണ്ടു എന്നല്ലേ പറഞ്ഞ്? എവിടെ അതൊന്ന് ഞങ്ങളെ കൂടി കാണിക്കു ദേവാ, അപ്പ വിശ്വസിക്കാം. അതെങ്ങനെ സാധിക്കാനാ? അത് സാധിക്കും ദേവ. നിന്നെ അറ്റാക്ക് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അവന്റെ കയ്യിലല്ലേ ആ മൊബൈൽ ഉള്ളത്. അപ്പൊ അവനെ പിടികൂടിയ എല്ലാ സത്യങ്ങളും പുറത്തു വന്നോളൂ. ആ മൊബൈൽ കിട്ടിയ നീ കണ്ടെന്ന് പറയുന്ന മാളവികയുടെ വീഡിയോ അതിനകത്തുണ്ടാവുമല്ലോ. അതെന്തായാലും നല്ല ഐഡിയ അച്ഛ. പക്ഷെ അവനെ പിടികൂടുന്നവരെങ്കിലും ആരെയും സംശയിക്കാതിരിക്കുന്നതല്ലേ അതിന്റെ ന്യായം. കണ്ടുപിടിച്ചിരിക്കും ഞാൻ. സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ പാപങ്ങളുടെ അളവ് കൂടുന്തോറും അത് മറന്നേക്ക് പുറത്തു വരാനായിട്ട് അധികം സമയമില്ലെന്ന് ഓർത്തോ നീ? കരുതിയില്ല. നിന്റെ കണക്കുകൾ ആ ദിവസം ഞാൻ തീർത്തിരിക്കും. രക്ഷപ്പെടാന്ന് നീയല്ല ഇവിടെയുള്ള ആരും വിചാരിക്കണ്ട. നിനക്കെന്താണ് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഫംഗ്ഷനും മാങ്ങാത്തലൊന്നുമില്ല. കൂടുതൽ ഉണ്ടാക്കാൻ നിന്നാലേ നേരെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയേ മാല മാറ്റി വേറെ കല്യാണം നടത്തും ഞാൻ. ഹായ് അനിയ, ഞാൻ ദേ വന്നല്ലോ. ഒന്ന് ഫോൺ വെച്ചേ, ഞാൻ പിന്നെ വിളിക്കാം. അനിയൻ എന്താ പറ്റിയത്? നിന്റെ പ്രശ്നങ്ങൾ ഇതുവരെ സോൾവ് ചെയ്തില്ലേ?
നിനക്ക് സംസാരിക്കാൻ അറിയാത്തോണ്ടാ മോനെ. നിന്റെ ഭാര്യയെ കൊണ്ട് എന്നോടൊന്ന് സംസാരിപ്പിക്കേ, ഞാൻ സമ്മതിപ്പിക്കാം. എല്ലാം മാഡം വിചാരിക്കുന്ന പോലെ ഗ്രാൻഡ് ആയിട്ട് നടത്താം. സന്തോഷായിരിക്കും. മാഡന്റെ അടപ്പൂരുടാ. എന്താണ് നിന്റെ ഉദ്ദേശം? നിന്നെ കൊണ്ട് ഞാൻ അനുഭവിച്ചൊന്നും പോരാഞ്ഞിട്ടാ? ടെൻഷൻ ആവരുതേ അനിയ. ഞാൻ വന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യാനാ. ഞാൻ നോക്കിക്കോളാം. എന്റെ അനിയത്തി ഒന്ന് ഫോണിൽ വിളിച്ചതാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഈ എന്റെ പൊന്നു മോളെ, നീ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കണം. ഒരു പ്രാവശ്യം ചെയ്ത സഹായം കൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. മാഡം വരണവരെ മിണ്ടരുത്. ചേച്ചി മാധുരി, എന്താ മാഡം ഇത്? മാഡത്തിന്റെ അനുവാദം ഇല്ലാതെ മാധുരി എനിക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? മാഡം ഒന്ന് മാറിക്കേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അതെ, വേണ്ട മാഡം. ഇവള് ഒരുമാതിരി ഫ്രോഡ് കളിയാണ് കളിക്കണത് കേട്ടാ. മാഡത്തിനെയും പറ്റിക്കും. ഒന്ന് മിണ്ടാതിരിക്കും മോനെ. ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവുമോ? ഞാൻ അത്ര മോശക്കാരൊന്നുമല്ല. അവരങ്ങനെ പറയൂ ചേച്ചി. ചേച്ചി ഇങ്ങ് വന്നേ. ഈ ചേച്ചി ഒരു പാവ, ഒന്നും പറയില്ല. ചേച്ചിയാ? ഏത് ചേച്ചി? വേറെ ആരാ, നമ്മുടെ ചന്ദ്രിക ചേച്ചി തന്നെ. ചന്ദ്രിക ചേച്ചിയാ? അയ്യോ, അറിയില്ലായിരുന്നോ? നമ്മുടെ മാളവിക ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ ചേച്ചി. മാളവിക എന്റെ അനുജത്തിയല്ല, എന്റെ മോള്. മോളോ? ഞാൻ വിശ്വസിക്കില്ല ചേച്ചി. ചേച്ചിക്ക് എങ്ങനെ അത്രയും വലിയ മോള്? ചന്ദ്രിക ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ കണ്ണുകൂട്ടന്മാര് പോലും വിശ്വസിക്കില്ല. മാഗി ചേച്ചി, ചേച്ചി എന്നെ പറ, ചന്ദ്രിക ചേച്ചിക്ക് അത്രയും വലിയ മോളുണ്ടോ? ശരിയാ, എനിക്കും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് മാഡത്തിന്റെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തി തരാന്ന് പറയാനിരിക്കുകയായിരുന്നു. അല്ല, മാഡത്തിന്റെ കല്യാണം ശരിക്കും നേരത്തെ കഴിഞ്ഞതാണോ? മാളവിക എടുത്തു വളർത്തിയ മോളോ മറ്റോ ആണോ? മോളാണോ എന്ന് ചോദിച്ചാ ഞാനിപ്പൊ എന്താ പറയാ? മോളാണോ എന്ന് ചോദിച്ചാ മാഡം, സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറാതെ മാറി നിൽക്കുന്നുണ്ടോ? മിണ്ടാതിരി. മാഡം കാര്യം പറയും മാഡം. മാളവിക എന്റെ മോളാണോ എന്ന് ചോദിച്ച മോള് തന്നെയാ. എന്നാലും എനിക്കും അവൾക്കും വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. എന്റേതൊരു ബാലവിവാഹമായിരുന്നു. നോ മാഡം, നോ. ഞാനിത് സമ്മതിക്കില്ല. ഇത് സ്ത്രീവർഗത്തിന്റെ തന്നെ ഒരു ശാപക്കേടാ. ഒരു കാരണവശാലും ഈ ബാലവിവാഹം ഞാൻ സമ്മതിച്ചു തരില്ല. ഇനി പറഞ്ഞിട്ട് എന്താ? അന്ന് അങ്ങനെയൊക്കെ നടന്നു പോയില്ലേ? ഇതാണ് പറ്റിയ സമയം. അനിയത്തിയെ വിളിച്ചോണ്ട് ഇവിടുന്ന് മുങ്ങിക്കളയണം. മാഡം, ചേച്ചി അനിയത്തിയും കൂടി ശരിക്കും പതപ്പിക്കുന്നുണ്ട് കേട്ടാ. ഒന്നും മിണ്ടാതിരിക്കും. മാഡം, മാഡത്തിനോട് കാണിച്ച ഈ അനീതിക്ക് പകരം ചോദിക്കാതെ വിടരുത് മാഡം. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് ക്ഷീണ നേരത്തേക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റില്ല മാഡം, പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനെന്നാ എന്റെ അനിയത്തിയെ വിളിച്ചോണ്ട് പോയിക്കോട്ടെ മാഡം?
എന്നാ പോയിക്കോ, രണ്ടുപേരും പോക്കോ. എന്നാ നമുക്ക് പോവാം മാധുരി. വാ വാ മാധുരി. മാഡം 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 എന്താടാ? അതെ, ചേച്ചിയനെത്തിയും കൂടി ഉണ്ടല്ലോ, മാഡത്തിനെ അങ്ങോട്ട് മയക്കിട്ടേ വെച്ച് പിടിച്ച് പോണ കണ്ട. ഏയ് നിക്കണേ, രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. എന്താ ചേച്ചി പറ്റിയേ? മാധുരിയെ വിളിച്ചോണ്ട് പോയിക്കൊള്ളാൻ പറയാനല്ലേ എന്നെ വിളിപ്പിച്ചത്? ചേച്ചി മാങ്ങാത്തൊലി മിണ്ടി പോവരുത്. നിങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയാതെ രണ്ടും അനങ്ങിയേക്കരുത്. അവളെ കയ്യേന്ന് വിടറി. അല്ല അതിരിക്കട്ടെ, നിന്റെ അനുജത്തെ കൂട്ടിക്കൊണ്ടുപോവാനാ നിന്നെ വിളിപ്പിച്ചെന്ന് നിന്നോട് ആരാടി പറഞ്ഞ്? നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട് എനിക്ക്, അതിനാ നിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചെ. എന്നാ പിന്നെ അത് ഫോണിൽ തന്നെ പറഞ്ഞുകൂടായിരുന്നോ ചേച്ചി? വെറുതെ ഓട്ടോയുടെ പൈസ പോയില്ലേ? ഇവിടെ വരെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സാരമില്ല, കാര്യം എന്താണെന്ന് പറയ്. നീ ഒരു കിളവിയുടെ വേഷമിട്ട് ജാനകിയുടെ അനന്തരവളാണെന്ന് പറഞ്ഞ് നാടകം കളിച്ചില്ലേ? എന്നിട്ട് മാളുവിന്റെ കല്യാണം മുടക്കി. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമോ ചേച്ചി? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് പറ, ചെയ്തു തരാം. വീണ്ടും അതേ കിളവിയുടെ വേഷമിട്ട് ഇനി നീ ആ കൊട്ടാരം വീട്ടിൽ പോണം. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ആ വേഷം അഴിച്ചിട്ട് ജാനകി നീയും കൂടി ആ നാടകം കളിച്ചത് ആസ്തി അടിച്ചെടുക്കാനാണെന്നുള്ളത് വരുത്തി തീർക്കണം. ആ ജാനകിയെ നീ തന്നെ കൊട്ടാരം വീട്ടിൽ നിന്ന് ഓടിക്കണം.